PR പ്രവീണയുണ്ട് വിവരങ്ങളുമായി. പ്രവീണ, ഇന്നലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ട് തന്നെ ഈ പ്രതിഷേധക്കാരെ അടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വിവാദത്തിലായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇന്നും പ്രതിഷേധമുണ്ട്. ഈ ഒരു സാഹചര്യം നേരത്തെ തന്നെ ഒരു പ്രതിഷേധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും പ്രതിഷേധം തുടരുകയാണ് വഴിയിലുടനീളം, അല്ലേ? ഇന്നലെ, അതായത് ആലപ്പുഴ ജില്ലയിൽ കയറിയത് മുതൽ ചേർത്തല മുതൽ തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെയും കേസിന്റെയും പ്രതിഷേധമാണ്. ഇന്നലെ പ്രതിഷേധക്കാർ റോഡിന്റെ അരികിൽ നിന്ന് കരിങ്കൊടി ഒന്നുമില്ലാതെ വാഹനത്തിന് നേരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ലോക്കൽ പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പുറകെ വന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി അടിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ക്രൂരമായ മർദ്ദനമായിരുന്നു. അതിൽ അജയ് ജുവൽ കുര്യാക്കോസ് എന്ന സംസ്ഥാന സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ ആൾക്ക് തലയ്ക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഇവർ കായംകുളത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി വീശി. അതിനു തൊട്ട് മുൻപാണ് അംഗപരിമിതനായ ഒരാൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ പോലീസ് അദ്ദേഹത്തെ എടുത്തു മാറ്റുന്നുണ്ട്. ഇതിനിടയിലാണ് നവകേരള സദസ്സിന്റെ ബനിയനടക്കം ധരിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തെ ചവിട്ടുകയും മറ്റും ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് പോലീസ് ഈ പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവിടെ ഡിവൈഎഫ്ഐക്കാർ വന്ന് മർദ്ദനം നടത്തുന്നുണ്ട്. അരിത ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും പോലീസ്, അതായത് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിലൊരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യക്തമാണ് ഭിന്നശേഷിക്കാരനായ ഒരാളാണ് ആ ഒരു പ്രതിഷേധത്തിലേക്ക് വരുന്നത്. അവിടെ നിന്ന് പോലീസ് കൃത്യമായും പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും അയാളെ മർദ്ദിക്കാനായി അവിടെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് കരുതുന്നു. അവർ ഈ ഭിന്നശേഷിക്കാരനായ ആളെ, പ്രതിഷേധിച്ച ആളെ മർദ്ദിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പോലീസ് അവിടെ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടും. അതെ, അതായത് പോലീസ് അദ്ദേഹം അംഗപരിമിതനാണ്. റോഡിന്റെ വശത്തു നിന്നും യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്നുള്ള തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ പോലീസ് അദ്ദേഹത്തെ എടുത്തു നീക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നവകേരള സദസ്സിന്റെ ടീഷർട്ട് അടക്കം ധരിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തെ പോലീസിന്റെ വളയത്തിനിടയിൽ കൂടി അദ്ദേഹത്തെ ചവിട്ടി ഉപദ്രവിക്കാൻ ശ്രമിച്ചു.